പിണറായി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം KSEBയിൽ നിയമനം 1/3 കുറഞ്ഞു. അസിസ്റ്റന്റ് എഞ്ചിനീയർ, സബ് എഞ്ചിനീയർ തസ്തികകളിലാണ് പ്രതിസന്ധി. 2 വർഷമായി ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യുന്നില്ലെന്നും വിവരാവകാശ രേഖയിൽ പറയുന്നുണ്ട്. 700 ഒഴിവുകളെങ്കിലും KSEBക്ക് റിപ്പോർട്ട് ചെയ്യുന്നില്ല. 2022 ലിസ്റ്റിൽ നിയമിക്കാൻ ഒഴിവുകളൊന്നുമില്ലെന്നും വിവരാവകാശ രേഖയിൽ പറയുന്നു. വിവരാവകാശ രേഖകൾ റിപ്പോർട്ടറിന് ലഭിച്ചു. KSEBയിൽ നിയമന നിരോധനം നടന്നെന്ന വാർത്ത പുറത്തു കൊണ്ടുവന്നത് റിപ്പോർട്ടറാണ്. TV പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു. TV പ്രസാദ്, KSEBയിൽ യഥാർത്ഥത്തിൽ നിയമന നിരോധനമാണ് എന്ന് തന്നെയല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരാവകാശ രേഖകൾ പറയുന്നത്? എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? എന്താണ് സർക്കാർ പറയുന്നതിനേക്കാൾ ഈ വിവരാവകാശ രേഖ നമ്മളോട് പറയുന്നത്? അരുൺ, നിയമന നിരോധനം എന്ന് തന്നെ പേരിട്ട് വിളിക്കണം. അതുകൊണ്ട് തന്നെയാണ് തുടക്കം മുതൽ തന്നെ KSEBയിൽ നിയമന നിരോധനമാണ് എന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് 2022 മുതൽ 2022 മുതൽ ഒരു നിയമനവും PSCക്ക് റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതാണ് വിവരാവകാശ രേഖകൾ തെളിയിക്കുന്നത്. അതുമാത്രമല്ല അരുൺ, പിണറായി സർക്കാർ 2016 അധികാരത്തിൽ വന്നതിന് ശേഷം KSEBയിലെ നിയമനം 3/1 കുറഞ്ഞു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് വിവരാവകാശ രേഖയിലൂടെ പുറത്തു വരികയും ചെയ്യുന്നത്. പ്രത്യേകമായി നമ്മളത് പരിശോധിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട 2 തസ്തികകളായ അസിസ്റ്റന്റ് എഞ്ചിനീയറും അതുപോലെ സബ് എഞ്ചിനീയറുടെയും തസ്തികകളാണ്. നമുക്കറിയാവുന്നതുപോലെ 450 അസിസ്റ്റന്റ് എഞ്ചിനീയർമാരുടെ തസ്തികകളാണ് നിലവിൽ ഒഴിഞ്ഞു കിടക്കുന്നത്. പക്ഷേ ഇക്കഴിഞ്ഞ വർഷം PSC നടത്തിയ പരീക്ഷയുടെ ഭാഗമായി PSC പലതവണ KSEBയോട് ചോദിച്ചു ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യണമെന്ന്. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറായില്ല. അങ്ങനെ വെറും 380 പേരുടെ ഷോർട്ട് ലിസ്റ്റാണ് ഇട്ടത്. മെയിൻ ലിസ്റ്റായില്ല. അതിൽ ഇൻ്റർവ്യൂ നടക്കേണ്ടതുണ്ട്. മറ്റ് പല സ്ഥാപനങ്ങളിലേക്കും ആളുകൾ മാറിപ്പോവേണ്ടതുണ്ട്. ചുരുക്കത്തിൽ 200 ആളുകൾക്ക് പോലും നിയമനം കിട്ടാത്ത സ്ഥിതി ഉണ്ടാകും അസിസ്റ്റന്റ് എഞ്ചിനീയർമാരുടെ കാര്യത്തിൽ. സബ് എഞ്ചിനീയർമാരുടെ കാര്യത്തിൽ ഈ 700 ഒഴിവുകളുണ്ട്. പക്ഷേ അതൊന്നു പോലും റിപ്പോർട്ട് ചെയ്യാതെ ആകെയുള്ള 941 മെയിൻ ലിസ്റ്റിൽ 217 പേർക്ക് മാത്രം അഡ്വൈസ് ചെയ്ത് കിടക്കുകയാണ്. നമുക്ക് താരതമ്യത്തിലേക്ക് വന്നാൽ സബ് എഞ്ചിനീയർ 2011 വിളിച്ച പരീക്ഷയിൽ അരുൺ 900 പേരുടെ മെയിൻ ലിസ്റ്റ് ഉണ്ടാക്കി. അതിൽ 631 പേർ ജോലിയിൽ പ്രവേശിച്ചു. പക്ഷേ ഇങ്ങോട്ടേക്ക് വന്നാൽ 2021 പിണറായി സർക്കാർ വന്നതിന് ശേഷം, അതായത് 11 നടത്തി പിന്നെ പരീക്ഷയ്ക്ക് വിളിക്കുന്ന 10 വർഷം കഴിഞ്ഞിട്ടാണെന്ന് ഓർക്കണം. ആ സമയത്ത് 941 പേരുടെ മെയിൻ ലിസ്റ്റ് ഉണ്ടാക്കി. 217 ഞാനിപ്പോൾ പറഞ്ഞ 217 എത്തി നിൽക്കുകയാണ്. 700 ഒഴിവ് സബ് എഞ്ചിനീയർമാരുടെ കാര്യത്തിലുണ്ട്. പക്ഷേ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. PSC കാരണം പറയുന്നത് പുനഃസംഘടന നടക്കുന്നു എന്നുള്ളതാണ്. പുനഃസംഘടനയുടെ ഭാഗമായി 30,000-ലേക്ക് ജീവനക്കാരുടെ എണ്ണം പരിമിതപ്പെടുത്തേണ്ടി വരും എന്നാണ് നേരത്തെ റെഗുലേറ്ററി കമ്മീഷൻ പറഞ്ഞത്. പക്ഷെ നിലവിൽ KSEBയിൽ ആകെയുള്ളത് 27,000 പേരാണ്. ചുരുക്കത്തിൽ പുനഃസംഘടനയുടെ മറവിൽ നിയമന നിരോധനം നടത്തുകയാണ്. പ്രത്യേകിച്ച് എടുത്തു പറയുമ്പോൾ പിണറായി വിജയന്റെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം KSEBയിലെ PSC നിയമനം കുത്തനെ കുറഞ്ഞ് 3/1 എന്നുള്ളതാണ് വിവരാവകാശ രേഖകൾ തെളിയിക്കുന്നത്. അരുൺ. ഓക്കെ, TV പ്രസാദാണ് വിവരങ്ങൾ നൽകുന്നത്. KSEBയിൽ നിയമന നിരോധനമെന്ന് സാക്ഷ്യപ്പെടുത്തുന്നതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരാവകാശ രേഖ. TV പ്രസാദിന്റെ റിപ്പോർട്ടാണ് പ്രേക്ഷകർ കണ്ടത്.